ഇന്ന് എന്നോട് സാറ് പറഞ്ഞത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കോമൺ ആയിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങളൊക്കെ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെന്നാണ് ഇവിടെ വന്നതിൽ അധികം കുട്ടികളും എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കീർത്തനയൊക്കെ ഇംഗ്ലീഷ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോളാണ്. അപ്പോൾ ഈ മത്സര പരീക്ഷകളിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. എല്ലാ മത്സര പരീക്ഷകളിലും ഇംഗ്ലീഷ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. PSC മുതൽ എല്ലാ മത്സര പരീക്ഷകളിലും ഒരു പ്രധാനപ്പെട്ട മത്സര വിഭാഗം തന്നെയാണ് ഇംഗ്ലീഷ്. അതിനകത്ത് ഏകദേശം എല്ലാ മത്സര പരീക്ഷകളിലും 80% സിലബസ് ഈസ് സെയിം. അതാണ് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത. 80% എല്ലാ മത്സര പരീക്ഷകളിലെയും സിലബസ് സെയിം ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഫീൽ ഫ്രീ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജിൽ ഇടാം. ഓക്കെ, കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം. 80% ഇംഗ്ലീഷിന്റെ സിലബസ് സെയിം ആണെന്നുള്ളതാണ് മത്സര പരീക്ഷകളുടെ ഒരു പ്രത്യേകത. അതായത് ഈ പ്രത്യേക ഐറ്റത്തിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കുന്ന ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഏത് മത്സര പരീക്ഷയിലെയും ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. കേരള PSC, UPSC, RRB, ബാങ്കിങ്, KMAT, CMAT, CAT, MAT തുടങ്ങിയ എക്സാംസ് ഒക്കെ ചോദിക്കുന്ന, ഈവൻ IASന്റെ പ്രിലിംസിൽ പോലും ചോദിക്കുന്ന ഏകദേശം സിലബസുകൾ, ഇംഗ്ലീഷിന്റെ സിലബസുകൾ സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന ചില സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മത്സര പരീക്ഷയിലെയും ഇംഗ്ലീഷ് ടാക്കിൾ ചെയ്യാം. അതുകൊണ്ട് ജനറൽ ആയിട്ട് ഈ മത്സര പരീക്ഷകളിൽ നമ്മൾ ഇംഗ്ലീഷിനെ എങ്ങനെ കാണണം, ഇംഗ്ലീഷ് എങ്ങനെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തിട്ട് ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. ആരെങ്കിലും എനിക്ക് ഈ സ്ക്രീൻ ഷെയറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നൊന്ന് പറയണേ. ഓക്കെ മോനെ, താങ്ക്സ് എലോട്ട്. നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ സാധിക്കുന്ന ഈ സാധനങ്ങളാണ് എല്ലാ മത്സര പരീക്ഷകളിലും 80% സിലബസ് കവർ ചെയ്യുന്ന ഇംഗ്ലീഷിന്റെ പോർഷൻ. ഇനി ഇപ്പൊ സാറ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ CMATന്റെ എക്സാമിനേഷനും ഇത് തന്നെയാണ് ചോദിക്കുക. ഇനി അത് കഴിഞ്ഞ് വരുന്ന KMAT, അതിന്റെ എക്സാമിനേഷനും ചോദിക്കുക ഈ സെയിം സിലബസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് മത്സര പരീക്ഷകൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ബാങ്കിങ്, റെയിൽവേ, UPSC, പോലെയുള്ള ഏത് മത്സര പരീക്ഷകളിലും ഇംഗ്ലീഷിൽ വിഭാഗത്തിൽ വരുന്ന ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചു തരുവല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം, ടാക്കിൾ ചെയ്യണം, അതിനെക്കുറിച്ചൊരു ഐഡിയ മാത്രമേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ ഇതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നീട് പല സെഷൻസ് ആയിട്ടൊക്കെ പലപ്പോഴായിട്ട് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് ഒന്ന് വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, പിന്നെ ഗ്രാമർ, വൊക്കാബുലറി, സെന്റൻസ് കംപ്ലീഷൻ, സിനോണിംസ്, ആന്റോണിംസ്, കോംപ്രിഹെൻഷൻ പാസേജ് ഞാൻ മോളി പറഞ്ഞു, പാരാജംബിൾസ്. ഇത്രയും ആണ് സാധാരണ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഒന്നുകൂടെ ഞാൻ പറയാം: വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, കുറച്ച് ഗ്രാമർ. എപ്പോഴും ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അതിനോടൊരു അവജ്ഞയാണ്. എന്നാൽ ഗ്രാമറിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ എക്സാംസിന് സാധാരണ ചോദിച്ചു കാണാറില്ല. എന്നാൽ ഒരു ചെറിയ പോർഷൻ ഗ്രാമറിൽ നിന്നുണ്ടാവും. പിന്നെ വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദസമ്പത്ത് എന്നാണ്. ഇംഗ്ലീഷിലെ പദസമ്പത്താണ് വൊക്കാബുലറി.
സെന്റൻസ് കംപ്ലീഷൻ ഉണ്ടാവാറുണ്ട്. സിനോണിംസ് ആൻഡ് ആന്റോണിംസ്. സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ മറ്റർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ എഴുതുക. ആന്റോണിംസ് മീൻസ് ഓപ്പോസിറ്റ്. കോംപ്രിഹെൻഷൻ ഞാൻ പറഞ്ഞു, പാരാജംബിൾസ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇംഗ്ലീഷിൽ ജനറൽ ആയിട്ട് 2 വിഭാഗം. ഒന്ന് കോംപ്രിഹെൻഷൻ എന്ന് പറയും. കോംപ്രിഹെൻഷൻ, ഈ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അളകാനായിട്ടാണ് കോംപ്രിഹെൻഷൻ ചോദിക്കുന്നത്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പണ്ട് നമ്മൾ സ്കൂൾ ലെവലിൽ മുതൽ ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട്. ഒരു പാരഗ്രാഫ് തരും, അതിൻ്റെ താഴെ കുറെ ക്വസ്റ്റ്യനുകൾ തരും. അത് കഴിഞ്ഞിട്ട് പാരഗ്രാഫ് വായിച്ച് ആൻസർ എടുത്ത് എഴുതാൻ. സാധാരണ നമുക്കൊരു സന്തോഷമുള്ള ഒരു സാധനമാണത്. കാരണം ഉത്തരം അവിടെ തന്നേക്കാണ്, ക്വസ്റ്റ്യനും താഴെയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയെടുത്ത് എഴുതുക. സ്കൂളുകളിലൊക്കെ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിലെ വാക്കുകൾ എവിടെ നോക്കും, ആ വാക്ക് ആൻസറിൽ എവിടെ, അല്ല ആ പാരഗ്രാഫിൽ എവിടെയാണെന്ന് നോക്കും. അവിടെ നമ്മളൊരു കുത്തിടും, അവിടെ ആ സെന്റൻസ് നമ്മളെടുത്ത് അതേപോലെ താഴെ എഴുതും. ഇതാണ് സാധാരണ കോംപ്രിഹെൻഷനിൽ നമ്മൾ ചെയ്യുക. കോംപ്രിഹെൻഷൻ എന്ന പദത്തിന്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക എന്നാണ്. അതായത് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിവുണ്ടോ? ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ടോ? ഈ കഴിവ് നമുക്കുണ്ടെങ്കിൽ കുറേ അധികം മാർക്കുകൾ നമുക്ക് പല മത്സര പരീക്ഷകളിലും നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മളിത് റിയൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചില എക്സസൈസുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുക. നമുക്കിവിടെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഞാൻ ചെറിയ ചില എക്സസൈസുകൾ തരാം. ഓക്കെ, നിങ്ങൾ വലിയതൊന്നും അല്ല, നിങ്ങൾ ഇനി ക്യാമറ ഒന്നും ഓൺ ആക്കണ്ട, കമന്റ് ബോക്സിൽ ചുമ്മാ ടൈപ്പ് ചെയ്തിടാവുന്ന ചില സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കിയെടുക്കാനുള്ള കപ്പാസിറ്റി ഡിഫറെൻറ്റ് ലെവലിലാണ്. ഈ മത്സര പരീക്ഷകളിൽ അവർ തരുന്ന കോംപ്രിഹെൻഷൻ പാസേജസ് നമുക്ക് ഇതുപോലെ വാക്കുകളൊന്നും നോക്കി കണ്ടുപിടിക്കാൻ പലപ്പോഴും പറ്റില്ല. അർത്ഥം മനസ്സിലായാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. കോംപ്രിഹെൻഷൻ പാസേജിന് മാത്രമല്ല, മറ്റ് പല മത്സര പരീക്ഷകളെ മറ്റ് പല ഐറ്റംസിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു സ്കില്ലാണ്, ഒരു കഴിവാണ് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത്. നിങ്ങളിൽ പലരും റീഡ് ചെയ്യുന്നതും മനസ്സിലാക്കി എടുക്കുന്നത് അതിൻ്റെ ഒരു കപ്പാസിറ്റി പല രീതിയിലായിരിക്കും, വ്യത്യസ്തങ്ങളായ അളവിലായിരിക്കും. നല്ല റീഡർമാരുണ്ടാവും, നന്നായി വായിക്കുന്നവർ, ഗുഡ് റീഡേഴ്സ്, അതായത് വായിക്കുന്നതിനകത്ത് 80% മനസ്സിലാകുന്നവർ. വായിക്കുന്നതിനകത്ത് ഒരു 50% മാത്രമേ മനസ്സിലാകുന്നുള്ളെങ്കിൽ നമ്മളൊരു ആവറേജ് റീഡർ മാത്രമാണ്. 50% താഴെ എനിക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാവുന്നുള്ളെങ്കിൽ നമ്മൾ വളരെ താഴെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വായിച്ച് മനസ്സിലാക്കാമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സിമ്പിൾ റൈറ്റിംഗ് അല്ല ഈ ഉദ്ദേശിക്കുന്നത്. കാരണം കോംപ്രിഹെൻഷൻ പാസേജുകളിൽ പലപ്പോഴും സിമ്പിൾ റൈറ്റിംഗ്സ് ആയിരിക്കില്ല അവർ ചോദിക്കുക, അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള പാസേജസ് ആയിരിക്കും ചോദിക്കുക. വായിച്ച് ഇച്ചിരി അക്കാഡമിക് സ്വഭാവമുള്ള ഇതായിരിക്കും നമുക്ക് തരുന്ന പാസേജുകൾ. ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങളൊരു ന്യൂസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഏതിനകത്തേക്കാണ് നിങ്ങൾ പോകുന്നത്, ഏത് പാർട്ടിലേക്കാണ്? ചിലർ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോകും, ചിലർ സ്പോർട്സ് റിലേറ്റഡ് ന്യൂസിലേക്ക് പോകും, ചിലർ പൊളിറ്റിക്സിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് വായിക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്നിരിക്കും. പക്ഷെ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ഭാഗം വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ കോംപ്രിഹെൻഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ മത്സര പരീക്ഷകളിൽ മിക്കപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് കോംപ്രിഹെൻഷൻ പാസേജസ്. നിങ്ങൾക്ക് റീഡിങ് ഹാബിറ്റ് എങ്ങനെയുണ്ട് എനിക്കറിയില്ല, വായനിക്കുന്ന സ്വഭാവമുണ്ടോ? വായന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? വായിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് അതിനകത്ത് ശ്രദ്ധിച്ച് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്, നിങ്ങൾക്കറിയാനായിട്ട്, എനിക്കറിയാനല്ല, നിങ്ങൾക്കറിയാനായിട്ട് ഞാൻ ചെറിയൊരു ആക്ടിവിറ്റി തരികയാണ്. ഒരു ചെറിയ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ സ്ക്രീനിനകത്ത് ഞാനൊരു ചെറിയ പാരഗ്രാഫ് ഇടും, ഒരു ചെറിയ പാരഗ്രാഫ്. അപ്പോൾ ആ പാരഗ്രാഫ് ഇടുന്നതിന് മുൻപ് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. ഒന്നോടെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണേ.
എന്നോടൊന്ന് പറയണം കേട്ടോ. സ്ക്രീൻ ഷെയറിങ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, താങ്ക് യു. ഇതാ നോക്കിക്കോളൂ, ഈ 3 കാര്യങ്ങൾ കണ്ടോ? ഒന്ന് ടോപ്പിക് സെന്റൻസ്. ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു പാരഗ്രാഫിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ മെയിൻ പോയിന്റ് എന്താണോ അത് പറഞ്ഞേക്കുന്ന സെന്റൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് ടോപ്പിക് സെന്റൻസ്. ഇനി ആ പാരഗ്രാഫിനകത്ത് എന്തിൻ്റെയെങ്കിലും ഡെഫിനിഷൻ തന്നിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഡെഫിനിഷനോ അതിൻ്റെ അർത്ഥമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഒന്നോടെ ഞാൻ പറഞ്ഞുതരാം. ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റൻസ്, അതായത് ആ പാരഗ്രാഫ് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ സെന്റൻസിനെ വിളിക്കുന്നതാണ് ടോപ്പിക് സെന്റൻസ്. 2, ആ പാരഗ്രാഫിൽ എന്തിൻ്റെയെങ്കിലും ഡെഫിനിഷനോ അങ്ങനെ വിവരണമോ എന്തിൻ്റെയെങ്കിലും ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ടോ? 3, ഇനിത്തെ പാരഗ്രാഫിൽ എന്താണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സി ഇത്രയും കാര്യങ്ങൾ. ഇനി ഞാനൊരു ചെറിയ പാരഗ്രാഫ് തരാമേ. എല്ലാവർക്കും ഈ പാരഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിക്കണം. എന്നിട്ട് വായിച്ചിട്ട് 3 കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരണ്ടേ. 3 കാര്യങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി, ചുമ്മാ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. തെറ്റൊന്നും പ്രശ്നമല്ല കേട്ടോ, അതിനകത്ത് ഒരു മിസ്റ്റേക്സും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടൈപ്പ് ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പാരഗ്രാഫിന്റെ മെയിൻ ടോപ്പിക് എന്താണെന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടണം. രണ്ടാമത് എനിക്ക് അറിയേണ്ടത് ഇതിനകത്ത് ഈ പാരഗ്രാഫിൽ എന്തിൻ്റെയെങ്കിലും ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതണം. മൂന്നാമത്, ഈ പാരഗ്രാഫിന്റെ ബിഗിനിങ് ആണ്, ഇതൊരു എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എസ്സേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്? ഇങ്ങനെ ഈ 3 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം. ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പ്രശ്നമല്ല, സെന്റൻസ് ഒന്നും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിരുത്തി ഈ സാധനം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ, ഞാൻ കുറച്ച് സമയം തരാം. യെസ്, ഹരി പറഞ്ഞത് കറക്റ്റ് ആണ്. അത് ടോപ്പിക് സെന്റൻസ് വരുന്നുണ്ട്. ഓക്കെ, others can also try. Thank you for responding, Hari. Hiran, yes, Hiran.
ഹിരൺ പറഞ്ഞത് ശരിയാണ്. അതിനകത്ത് OCD ആണ് അതിന്റെ ടൈറ്റിൽ, റൈറ്റ്? ടോപ്പിക് സെന്റൻസ് OCD ആണ്. താങ്ക് യു ഹിരൺ. യെസ്, ടോപ്പിക്. ഇനി എനിക്ക് അറിയേണ്ടത്, ഇസ് ദർ എനി ഡെഫിനിഷൻ? യെസ്, ആന്റണി പറഞ്ഞത് റൈറ്റ് ആണ്. ഡെഫിനിഷൻ ഉണ്ട്, OCDയുടെ ഡെഫിനിഷൻ അതിനകത്ത് കിടപ്പുണ്ട്. ഇറ്റ് ഈസ് റൈറ്റ്. Mirsan is right. Topic is OCD, right? Can anyone just guess that what should be the organizational structure of the essay? അതിന്റെ അർത്ഥം ഇനി ഈ എസ്സേയിൽ അവർ എന്തായിരിക്കും പറയാൻ സാധ്യതയുള്ളതെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഗസ് ചെയ്ത ടൈറ്റിൽ ശരിയാണ്. ആന്റണി മാത്രമാണ് എന്നോട് പറഞ്ഞത് ഡെഫിനിഷൻ വരുന്നുണ്ടെന്ന്. OCD ഡെഫിനിഷൻ അതിനകത്ത് കിടപ്പുണ്ട്. ഇറ്റ് ഈസ് റൈറ്റ്. ഇനി എസ്സേയിൽ എന്തായിരിക്കും അവർ സാധാരണ പറയാൻ സാധ്യതയുള്ളത്? ഹരി പറഞ്ഞത് റൈറ്റ് ആണ്. ഒരു പക്ഷേ അതിന്റെ ക്യൂറിനെ കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് റൈറ്റ്. വേറെ എന്തെങ്കിലും കുറിച്ച് പറയാൻ സാധ്യതയുണ്ടോ? ക്യൂർ പറയാൻ സാധ്യതയുണ്ട്. വേറെ എന്തെങ്കിലും? Yes, right. Very good, very good. This is called correct organizational guess. സിംറ്റംസിനെ കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. ആന്റണി പറഞ്ഞത് റൈറ്റ് ആണ്. സിംറ്റംസിനെ കുറിച്ച് ഒരുപക്ഷെ പറയാൻ സാധ്യതയുണ്ട്. യെസ്, മിർസാൻ പറഞ്ഞത് വളരെ ആക്യുറേറ്റ് ആണ്. ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരുപക്ഷെ പറയാൻ സാധ്യതയുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് ഗസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഗസ്സിംഗ്. ഐ ആം ക്വൈറ്റ് ഹാപ്പി ദാറ്റ് യു റെസ്പോണ്ടഡ് വെരി വെൽ, വെരി വെൽ. യാ, റൈറ്റ്. ഈ പാരഗ്രാഫ് വായിച്ചപ്പോ ഞാൻ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചിരുന്ന് വായിച്ചു അതിന്റെ ആൻസറുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമ്മളുടെ റീഡിങ്ങിൽ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ ശ്രദ്ധ ഇരിക്കാത്തതിന്റെ കാരണം നമ്മൾ വേഗമായിട്ടാണ് റീഡ് ചെയ്യണം. നമുക്ക് അതിനകത്ത് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് വൈ യു റീഡ് ഇറ്റ് വേഗ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അവിടെ ഇരിക്കില്ല. അതേസമയം ഇപ്പോൾ ഞാൻ ആ പാരഗ്രാഫ് വായിച്ചപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് യു റെഡ് ഇറ്റ് വെരി കെയർഫുള്ളി. ദാറ്റ്സ് വൈ യു ഗോട്ട് ദി ആൻസർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയത്. ഈ നമ്മളുടെ ബ്രെയിനിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്താൽ വളരെ കോൺസെൻട്രേറ്റഡ് റീഡിങ്ങിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഒന്ന് അതിൻ്റെ ടോപ്പിക് സെന്റൻസ് OCD ആണ്. അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന OCD എന്ന് പറയുന്നത് സാധനമാണ്. രണ്ട്, അതിനകത്ത് കൃത്യമായ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മൂന്ന്, ഇനി ഒരു പക്ഷെ അതിനവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസിനെ കുറിച്ച് പറയാം. അങ്ങനെ ഉള്ള ഗസ്സിലേക്ക് വരെ നിങ്ങൾ എത്തി. ഓക്കെ, കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല എക്സസൈസുകളിൽ ഒന്നാണ് ഇത്. നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 3 കാര്യങ്ങളെങ്കിലും ഒരു പാരഗ്രാഫിനോട് ചോദിച്ച് വായിച്ച് പഠിക്കുക. ഒന്ന്, നിങ്ങളെ കോംപ്രിഹെൻഷൻ പാസേജ് റിയൽ എക്സാമിന് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ. അങ്ങനെ ഇംപ്രൂവ് ചെയ്താൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കണ്ട, വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറുകൾ കിട്ടും. കാരണം ഈ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് കയറും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഉള്ള ഒരു സിമ്പിൾ എക്സസൈസ് ആണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു മാസം, ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം എല്ലാ ദിവസവും എവിടെ നിന്നെങ്കിലും ഒരു പാരഗ്രാഫ് എടുത്ത്, ഒറ്റ പാരഗ്രാഫ് എടുത്ത് ഈ എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി 3 മടങ്ങാവും. ദിസ് ഈസ് സയൻസ്. അത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണമെന്നല്ല, ഇത് സയൻസ് ആണ്. നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരു 30 ദിവസം 20 മിനിറ്റ് വെച്ച് ട്രെയിൻ ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ അതിനുമായിട്ട് ട്യൂൺഡ് ബ്രെയിൻ അങ്ങനെ ആയിത്തീരും. അതുകൊണ്ട് ഒരു 30 ഡേയ്സ് എവിടെ നിന്നെങ്കിലും ഒരു പാരഗ്രാഫ് എടുത്തിട്ട് ഇതുപോലെ വായിക്കണം. എങ്ങനെ വായിക്കണം? 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി വായിക്കണം. ഒന്ന്, അതിനകത്തെ ടോപ്പിക് സെന്റൻസ് എന്താണ്? ടോപ്പിക് സെന്റൻസ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട അതിനകത്തെ ടോപ്പിക് സെന്റൻസ് അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റാണ്. ആ സംഗതിയുടെ ആദ്യത്തെ സെന്റൻസ് ആണ്. അതായത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഈസ് ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആസ് ആൻ ആങ്സൈറ്റി ഡിസോർഡർ. അതാണ് അതിൻ്റെ ടോപ്പിക് സെന്റൻസ്.
അപ്പോൾ ഈ ടോപ്പിക് സെന്റൻസ് പറഞ്ഞാൽ ആ എസ്സേയിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണോ അത് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. ടോപ്പിക് സെന്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡെഫിനിഷൻ, ചിലപ്പോൾ ഡെഫിനിഷൻ ഉണ്ടാവില്ല, ഡെഫിനിഷന് പകരം എന്തെങ്കിലും അർത്ഥങ്ങൾ വിപുലീകരിച്ച് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു കാര്യം നമുക്ക് അതിനകത്ത് തന്നിട്ടുണ്ടോ. മൂന്നാമത്തെ കാര്യം, അടുത്ത പാരഗ്രാഫ് മോസ്റ്റ് പ്രോബബ്ലി എന്തായിരിക്കും എന്നൊരു ഗസ്. ഇത്രയും നടത്തുക. അതായത് ബ്രെയിനിനെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് വായിക്കുക എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം. എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി നമ്മൾ കൂട്ടുന്നത് മത്സര പരീക്ഷയ്ക്ക് ആണല്ലോ. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, ബ്രെയിൻ എക്സസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. ചെസ്സ് കളിക്കുന്ന ആളുകൾ, സ്പോർട്സ് താരങ്ങൾ, ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരുന്നവർ, നല്ല റൈറ്റർമാർ, ബ്രെയിൻ കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ, നല്ല ഗവേഷണം ചെയ്യുന്ന ആളുകൾ, റിസർച്ച് നടത്തുന്ന ആളുകൾ, സയൻറ്റിസ്റ്റുകൾ, ബ്രെയിൻ എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന ഒരു സംഗതി. അവർ പക്ഷേ അവരുടെ കോംപ്രിഹെൻഷൻ അനുസരിച്ച് കട്ടിയുള്ള പാസേജസ് ആയിരിക്കും എടുത്ത് വായിക്കുക കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ പാസേജസ് ഒക്കെ. ഇപ്പം നിങ്ങൾക്കൊരു കഥ തന്നിട്ട് അതിനകത്ത് ഈ 3 കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് വായിക്കണം. മനസ്സിലാക്കാൻ കട്ടിയുള്ള കാര്യങ്ങൾ. ഒരു പാരഗ്രാഫ് മതി, ഒറ്റ പാരഗ്രാഫ്. ഞാനിപ്പോൾ തന്നതുപോലത്തെ ഒരു പാരഗ്രാഫ്. ഇത് ആളുകൾ, അതായത് തലച്ചോറിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ മിടുക്കന്മാരായ ആളുകൾ, ചെസ് കളിക്കാർ, അതുപോലെ തലച്ചോറ് ഭയങ്കരമായി ഉപയോഗിക്കുന്ന സ്മാർട്ട് തിങ്കേഴ്സ്, ഓക്കെ, അവരുപയോഗിക്കുന്ന ഒരു എക്സസൈസാണ്. 30 ദിവസം ചെയ്യാൻ പറ്റുമോ? പാസേജ് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതാണല്ലോ ചോദ്യം. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ പേജുകൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എവിടെയാണ് കിടക്കണമെന്ന് അറിയാമോ? എഡിറ്റോറിയൽ പേജ് എവിടെയായിരിക്കും സാധാരണ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്നല്ല, ഏത് ന്യൂസ് പേപ്പറിലും എഡിറ്റോറിയൽ പേജ് എവിടെയാണ് വരുന്നത് അറിയാമോ? നടുക്കത്തെ പേജ്. മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ നടുക്കത്തെ പേജായിരിക്കും. ആ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞൊരു സാധനം സൈഡിലുണ്ടാവും. എഡിറ്റോറിയൽ പേജ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിൽ ലേഖനങ്ങളൊക്കെ കാണും. അതിനകത്തുനിന്നൊക്കെ ഓരോ പാരഗ്രാഫ് എടുത്താൽ മതി. അപ്പം നിങ്ങൾ എന്നോട് ഒരു കാര്യം പറയും, ആദ്യം ചെയ്യുമ്പോൾ ഇത് പാടായിരിക്കും കേട്ടോ, ഒന്നും നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ പതുക്കെ ഒരു 2 ആഴ്ച ചെയ്താൽ 15ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ലാത്ത ഒരു കുട്ടിക്ക് 20% മനസ്സിലായി തുടങ്ങും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കോംപ്രിഹെൻഷൻ പാസേജസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇംഗ്ലീഷിൽ കോംപ്രിഹെൻഷൻ നമുക്ക് ഈസി ആയിട്ടൊന്നും അങ്ങനെ അതിനൊരു ഈസി മെത്തേഡൊന്നുമില്ല. മെൻ്റൽ എബിലിറ്റിയിലോ മാത്സിലോ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈസി ആയിട്ടോ നല്ല ഈസി മെത്തേഡൊക്കെ കാണും. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഈസി മെത്തേഡ്സ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. റീഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിനെ ഫോക്കസ് ചെയ്ത് റീഡിങ് കപ്പാസിറ്റി ഏറ്റവും രാവിലെ ചെയ്യുന്നതാണ് നല്ലൊരു എക്സസൈസ് എന്ന് പറയുന്നത്. ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കില്ല് കൂടുന്നു. കോംപ്രിഹെൻഷൻ സ്കില്ല് കൂടുമ്പോൾ വെർബൽ എബിലിറ്റി, കോംപ്രിഹെൻഷൻ സ്കില്ല് കൂടുമ്പോൾ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കേണ്ട വിഭാഗത്തിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഈസിയായി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കോംപ്രിഹെൻഷൻ പാസേജ്, പാരാജമ്പിൾസ്, സെൻറ്റൻസ് കംപ്ലീഷൻ, ഇതെല്ലാം ഈ കോംപ്രിഹെൻഷൻ സ്കില്ലിനെ അളക്കാനുള്ള മത്സര പരീക്ഷകളിലെ പ്രത്യേകമായിരിക്കുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ശാശ്വതമായിരിക്കുന്ന മെത്തേഡ്. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് മാത്രമല്ല എല്ലാ തരത്തിലുള്ള പഠനത്തിനും ഇത് സഹായകരമായ ഒരു ടൂൾ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് അതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് എഴുതിയിടാം. ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ സാധാരണ വരുന്ന വേറൊരു കാര്യമാണ് ഈ കോംപ്രിഹെൻഷൻ, അതുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് പാരാജമ്പിൾസ് എന്ന് വിളിക്കും. ഓക്കെ, പാരാജമ്പിൾസ് എന്താണ്? ഞാൻ സ്ക്രീൻ ഷെയർ ഒന്നുകൂടെ ചെയ്തോട്ടെ. ആദ്യത്തെ പോലെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. പാരാജമ്പിൾസ് എന്ന് പറയുന്നത്
സ്ക്രീൻ ഷെയർ താങ്ക് യു. നിങ്ങളൊന്ന് നോക്കിയേ. പാരാജംബിൾസ് എന്ന് പറയുന്നത് ഇതാണ്ടേ. ഈ സെൻറ്റൻസ് ഞാനൊന്ന് വായിക്കാം. വൺസ് എ വീക്ക് ദീശ ലെറ്റ് മോട്ടി ഗച്ച് ദ എലിഫൻറ്റ് ഡൗൺ ടു ദ റിവർ. ഇത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാരഗ്രാഫ്, കൊച്ചു പാരഗ്രാഫ്. ഇതിൻ്റെ ഒന്നാമത്തെ സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നേക്കുകയാണ്. ഫസ്റ്റ് ഈ സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? വൺസ് എ വീക്ക് ദീശ ലെറ്റ് മോട്ടി ഗച്ച് ദ എലിഫന്റ് ഡൗൺ ടു ദ റിവർ. ഇങ്ങനെയാ തുടങ്ങണേന്ന് നിങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇനി PQRS എന്ന് പറയുന്ന ഈ 4 സെന്റൻസുകൾ ജമ്പിൾ ചെയ്ത് തന്നേക്കാണ്, ഓർഡർ തെറ്റിച്ച് തന്നേക്കാണ്. നിങ്ങൾ ഇത് വായിച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്താണ് എന്ന് എടുത്തെഴുതണം. 6ാമത്തെ സെന്റൻസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Both the elephant and the trainer would return home. 6th sentence is already given. The first and the last sentences are given. Then you have to make these sentences in an order. ഈ PQRS എന്ന് പറയുന്ന സെന്റൻസുകളെ ഒരു ഓർഡറിൽ ആക്കണം. ഒന്ന് ചെയ്യാമോ? എന്നിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തിടണേ. ഹരിയുടെ ഒരു ആൻസർ വന്നിട്ടുണ്ട്. ഇനി ആൻസർ ഇടാം, നിങ്ങൾക്ക് തോന്നുന്ന ആൻസേഴ്സ് ഇടാം. ഒന്ന് വായിച്ചു നോക്കിയിട്ട്. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? എന്തോ? Yes, I got different answers. Hiran is writing QSRP, SQPR, QSRP, QSRP, SQPR, SQPR, SQPR. Yeah, QSRP. Yeah, right. I got a lot of answers.
ഞാൻ എൻ്റെ ആൻസർ ഒന്ന് പറയാൻ പോവാണേ, നോക്കിക്കോണേ. ഓക്കെ, സി ഒന്നാമത്തെ സെന്റൻസ്, once a week Disha let Moti catch the elephant down to the river. ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട്, ഒരു ദിവസം ഓരോ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ദീശ എന്ന് പറയുന്ന ആള് മോട്ടി ഗജ് എന്ന് പറയുന്ന ആനയെ പുഴയിൽ കൊണ്ടുപോകും. ഓക്കെ, ഇതാണ് സെന്റൻസ്. ഇനി ഇതിനകത്ത് PQRS. പി, ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ദ ടു വുഡ് സ്റ്റാൻഡ് അപ്പ്. ഇൻസ്പെക്ഷന് ശേഷം രണ്ടും എഴുന്നേറ്റ് നിൽക്കും. Q, then Disha looked at his feet and examined his whole body for sores. ദീശ ആനയെ മൊത്തം ഒന്ന് എക്സാമിൻ ചെയ്യും, ബോഡിയിൽ എവിടെയെങ്കിലും പരിക്കളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അടുത്തത്, ദ ആനിമൽ ന്യൂ ഇറ്റ് വാസ് ടൈം ടു റിട്ടേൺ. മൃഗത്തിന് മനസ്സിലായി തിരിച്ചു പോകാനുള്ള സമയമായി. അടുത്തത്, ദ എലിഫന്റ് ലേ ഡൗൺ ഓൺ ഹിസ് സൈഡ്. ആന ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കും. വൈൽ ദീശ റബ്ഡ് ഹിം വിത്ത് എ കൊയർ സ്ക്രബ്ബർ. ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് മേലിങ്ങനെ, ചകിരിയൊക്കെ ഉപയോഗിച്ച് മേല് ഇങ്ങനെ ഉരുമുമല്ലോ, അതിന് പറയുന്നതാണ് കൊയർ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇങ്ങനെ ഉരുമും. ബോത്ത് ദ എലിഫന്റ് ആൻഡ് ട്രെയിനർ വുഡ് റിട്ടേൺ ഹോം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓർഡറിൽ വരുന്നത് നോക്കൂ. ആനയുടെ ആളും കൂടെ കൂടിയിട്ട് പുഴയിൽ പോകും. പുഴയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ സാധ്യതയുള്ള എന്തായിരിക്കും? എസ് ആണ് പിന്നെ ചെയ്യാൻ സാധ്യതയുള്ളത്. എലിഫന്റ് ലേ ഡൗൺ. പുഴയിൽ ചെന്ന് കഴിഞ്ഞാൽ എലിഫന്റ് അവിടെ കിടക്കും ഒരു സൈഡ് ചെയ്ഞ്ഞ്. അപ്പോൾ കൊയർ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അയാൾ എലിഫന്റിന്റെ ദേഹമൊക്കെ അങ്ങോട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യും. അതിനുശേഷം ക്യൂ ആണ്, ദീശ എന്ത് ചെയ്യും? ഫീറ്റ് നോക്കും, എക്സാമിൻ ചെയ്യും, ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ സോറുണ്ടോ എന്നൊക്കെ മൊത്തം നോക്കും. അതിനുശേഷം ആഫ്റ്റർ ഇൻസ്പെക്ഷൻ, ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇൻസ്പെക്ഷൻ ആണല്ലോ ഇത്രയും നേരം ബോഡി മൊത്തം നോക്കി, ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു വുഡ് സ്റ്റാൻഡ് അപ്പ്. രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആനിമൽ ന്യൂ, മൃഗത്തിന് മനസ്സിലാവും തിരിച്ചു പോകാൻ സമയമായിന്ന്. അങ്ങനെ സിക്സ്ത് സെന്റൻസ്, ബോത്ത് ദ എലിഫന്റ് ആൻഡ് ദ ട്രെയിനർ വുഡ് റിട്ടേൺ ഹോം. സോ ദ ആൻസർ ഈസ് SQPR. ആൻസർ ഈസ് SQPR. നോക്കട്ടെ, ആരെങ്കിലും അത് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നെന്ന്. SQPR ആരുടെയൊക്കെയാണ് വന്നേക്കുന്നത്? SQPR. മുഹമ്മദ് മിർസാൻ ഈസ് റൈറ്റ്. ബിജോ ആന്റണി ഈസ് റൈറ്റ്. SQPR. Anthony is right. SQPR. Then okay, Anugraha is also right. RP എന്നാണ് നിങ്ങൾ ഇട്ടേക്കുന്നത് അല്ലേ? ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ ഒന്നുകൂടെ സ്ലൈഡ് ഇടാം. ഇതും ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനുള്ള നമ്മുടെ സ്കില്ലിനെ അനുസരിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. പാരാജമ്പിൾസ് UPSCയുടെ എക്സാംസിന് ഞാൻ കണ്ടിട്ടുണ്ട്. ബാങ്കിങ്ങിന്റെ എക്സാംസ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. KMAT, CMAT പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷനും സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് പാരാജമ്പിൾസ്. എനിക്ക് തോന്നുന്നു CMATലും KMATലും ഒക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-20 മാർക്കിന്റെ എങ്കിലും പാരാജമ്പിൾസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും, 4 മാർക്ക് വീതമുള്ള 5 ക്വസ്റ്റ്യൻസ് എങ്കിലും അതിനകത്ത് ചോദിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പാരാജമ്പിൾ. സിമ്പിൾ ആണ്, ഒറ്റ കാര്യമുള്ളൂ, ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇനി നിങ്ങൾ അതിന്റെ ലോജിക്കൽ കോൺസിക്വൻസ് ഒന്ന് നോക്കിക്കേ. ഒന്ന്, നിങ്ങൾക്ക് റിവറിൽ ചെന്നു, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിട്ടുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ ദീശ എന്ന് പറയുന്ന ആള് ഈ എലിഫന്റുമായിട്ട് പുഴയിൽ പോകും. പുഴയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ സാധ്യതയുള്ള എന്താണ്? ആഫ്റ്റർ ഇൻസ്പെക്ഷൻ എന്നാണ് അടുത്ത സെന്റൻസ് കിടക്കുന്നത്. എന്തായാലും ഇൻസ്പെക്ഷന്റെ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട്. പിന്നെ ദെൻ എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടക്കണം. അപ്പം പുഴയിൽ ചെന്നാൽ പിന്നെ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം എന്താ? അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പുഴയിലെത്തിയാൽ എലിഫന്റ് ലേ ഡൗൺ ഓൺ ഹിസ് സൈഡ്, എലിഫന്റ് അവിടെ കിടക്കും. അപ്പോൾ ദീശ എന്ത് ചെയ്യും? ബോഡിയൊക്കെ സ്ക്വയർ സ്ക്രബ്ബർ ഉപയോഗിച്ച് റബ്ബ് ചെയ്യും. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ സാധ്യതയുള്ള എന്താണ്? പിന്നെ അതെന്ത് ചെയ്യും? ദീശ ബോഡിയൊക്കെ മൊത്തം ഒന്ന് എക്സാമിൻ ചെയ്യും. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇങ്ങനെ ലോജിക്കൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യത്തെ സെന്റൻസ് കിട്ടി, അതായത് പുഴയിൽ ചെന്നാൽ പിന്നെ എലിഫന്റ് അവിടെ കിടക്കും, ആ ബോഡി മൊത്തം അയാൾ സ്ക്രബ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഓപ്ഷനിലേക്ക് പോവുക.
ഓപ്ഷനിൽ നോക്കുക, എസ് വെച്ച് തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ? ഒരെണ്ണേ അവിടെ ഉള്ളൂ. സോ നിങ്ങൾ ഉടൻ തന്നെ ഈ QPR അവിടെ ഇട്ടൊന്ന് വായിച്ചു നോക്കുക. അതിനൊരു ലോജിക്കൽ സീക്വൻസ് ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി എസ് വെച്ച് 2 എണ്ണം ഉണ്ടെങ്കിൽ 2 ലോജിക്കൽ ഓർഡറും നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. അങ്ങനെ ചെയ്യുന്ന ചില കുട്ടികളുണ്ട്, നേരെ ഓപ്ഷനിലേക്ക് പോയി. അല്ല, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ ലോജിക്കൽ ഓർഡറിങ് അനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. പുഴയിൽ പോയാൽ ആനിമൽ അവിടെ കിടക്കും, അയാൾ പുറം തിരുമും, തിരുമിയ പിന്നെ അയാൾ മൊത്തം ബോഡി എന്ത് ചെയ്യും, ഒന്ന് നോക്കും, അതിനകത്ത് സോറുണ്ടോ അങ്ങനെയൊക്കെ നോക്കും. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടി എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മൃഗത്തിന് മനസ്സിലാകും തിരിച്ചു പോകാനുള്ള സമയമായെന്ന് മൃഗത്തിന് അറിയാം. അങ്ങനെ രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാജമ്പിൾസ്. എല്ലാ മത്സര പരീക്ഷകളിലും മിക്കവാറും അല്ല, ബാങ്കിങ്ങിൻ്റെയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് പാരാജമ്പിൾസ്. ഇവിടെയും എന്ത് കഴിവാളക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കില്ലാണ്. ഈ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഡെയിലി ഇഷ്ടം പോലെ നിങ്ങളുടെ ഗൂഗിള് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാരാജമ്പിൾസ് ക്വസ്റ്റ്യൻസ് കിട്ടും. പാരാജമ്പിൾസ് ക്വസ്റ്റ്യൻസ് എടുക്കുക, ചെയ്ത് പരിശീലിക്കുക. പെട്ടെന്ന് നമുക്ക് തോന്നും ഈസിയാണെന്ന്. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കുറച്ച് അതിനകത്ത് നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പാരാജമ്പിൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഒരുപാട് കിട്ടും. ഈ പാരാജമ്പിൾസിലും കോംപ്രിഹെൻഷൻ സ്കില്ല് തന്നെയാണ് അളക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ശാശ്വതമായിട്ട് ഒരു പരീക്ഷയ്ക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ച് രക്ഷപ്പെടുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് അതിന് പറ്റിയൊരു ചെറിയ എക്സസൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ കോംപ്രിഹെൻഷനും പാരാജമ്പിളും കഴിഞ്ഞല്ലോ. ഇനി മത്സര പരീക്ഷകളിൽ പ്രധാനമായി അളക്കുന്നത് വെർബൽ എബിലിറ്റിയാണ്. വെർബൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ പദസമ്പത്ത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്തുമാത്രം പദങ്ങൾ അറിയാം, അവയുടെ അർത്ഥം അറിയാം എന്നുള്ള നിങ്ങളുടെ സ്കില്ലാണ്. ഫോർ എക്സാമ്പിൾ എൻറ്റോണിംസ്, സിനോണിംസ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു പദം തന്നിട്ട് അതിൻ്റെ മറുപദങ്ങൾ, മറ്റ് പദങ്ങൾ കണ്ടുപിടിക്കാൻ. ആന്റോണിംസ്, ഒരു പദം തന്നിട്ട് അതിൻ്റെ വിപരീതമായിരിക്കുന്ന പദം എടുത്തെഴുതാൻ. ആന്റോണിംസ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്കൊരു വാക്ക് തരും, എന്നിട്ട് അതിൻ്റെ വൺ വേർഡ്, അതിനൊറ്റ വാക്ക് എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് എടുത്തെഴുതാൻ പറയും. ഇതെല്ലാം പദസമ്പത്താണ്, വൊക്കാബുലറി ആണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത്രയും നാൾ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, മക്കളെ നിങ്ങൾ പദസമ്പത്ത് കൂട്ടണം, വൊക്കാബുലറി കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇംഗ്ലീഷ് സംസാരിക്കാൻ പലപ്പോഴും ആളുകൾക്ക് തപ്പലും മുക്കലും മൂളലും ഒക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കയ്യിൽ വാക്കുകളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു കുട്ടിക്കും കുറെ ആന്റോണിംസും സിനോണിംസും കാണാണ്ട് പിടിച്ചുകൊണ്ട് പോയി ഒരു മത്സര പരീക്ഷയും ജയിക്കാൻ പറ്റൂല. കാരണം പദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാൻ പറ്റില്ലേ. അപ്പൊ അതുകൊണ്ട് അതിനും ശാശ്വതമായൊരു പരിഹാരം ഞാൻ പറയട്ടെ. ഒരു ദിവസം ഒരു 2 or 3 ഓക്കെ, 3 വാക്കുകൾ വെച്ച് പഠിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? 3 words വിത്ത് 3 words ഒരു ദിവസം 3. ഡിഗ്രിക്കൊക്കെ പഠിച്ച് ഡിഗ്രി ഫൈനൽ ഇയർ കുട്ടികളല്ലേ നിങ്ങൾക്ക് ഒരു 3 ദിവസം 3 വാക്ക് വെച്ച് ആഴ്ചയിൽ 5 ദിവസം വെച്ച് പഠിച്ചാൽ നിങ്ങൾ ഒരു വർഷം കൊണ്ട് എത്ര വാക്കുകൾ പഠിക്കും? അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പദസമ്പത്ത് കൂട്ടുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, കാരണം ഒരുപാട് സമയമായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഒറ്റ കാര്യം കൂടെ ഉള്ളൂ, എങ്ങനെ വൊക്കാബുലറി ഇഫക്റ്റീവായിട്ട് പഠിക്കാം. എനിക്കറിയാം നമ്മൾ സ്കൂളുകളിലൊക്കെ ചുമ്മാ ഈ വാക്ക് അതിൻ്റെ കാണാപ്പാടമൊക്കെ പഠിച്ച് അതുകൊണ്ടൊന്നും നമുക്ക് ഈ പദസമ്പത്ത് ഉണ്ടാവത്തില്ല, ഞാൻ ഉറപ്പ് പറയാം. പദസമ്പത്ത് ഉണ്ടാവുമെന്ന് മാത്രമല്ല, വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. വർത്താനം പറയുമ്പോൾ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ വാക്കുകൾ പഠിച്ച രീതി തെറ്റാണ്. The way we learned vocabulary or the way we learn the words are completely wrong. അതുകൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തത്. So I would like to give you one method which is very effective, and almost all the English coaches and trainers would agree with this exercise. A simple exercise. The thing is that
You collect words only from your reading. That's very important. അതായത് ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന വാക്കുകളുടെ അർത്ഥമൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡെയിലി റീഡിങ്ങിൽ നിന്ന് നിങ്ങൾ വാക്കുകൾ കളക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, I won't say that I am a very good reader. ഭയങ്കര വലിയ വായനക്കാരനാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ make sure every day at least I read 10 pages. Per day I read 10 pages. I always carry a book with me wherever I go. എല്ലാ ദിവസവും 10 പേജസ് വെച്ചിട്ടെങ്കിലും ഞാൻ മിനിമം വായിക്കും. ഞാൻ എവിടെ പോയാലും ഒരു ബുക്ക് കൊണ്ടു നടത്തും. ആ ബുക്ക് ഒരു ബുക്ക് എന്നല്ല, ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ടാവും. കാരണം എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈംസിൽ ഞാനത് വായിക്കാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ നിങ്ങൾ ഒരു ബുക്കെങ്കിലും, ഞാൻ ചോദിക്കുന്നത് ഒരു പേജ് വായിക്കാൻ പറ്റും ഒരു ദിവസം. പെർ ഡേ 1 പേജ് ഒരു ബുക്കെങ്കിലും. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ സാറിൻ്റെ കയ്യിലേക്ക് ഒരു 50 ബുക്സിൻ്റെ പേരും ആമസോണിലെ ലിങ്കും ഞാൻ അയച്ചു തരും. നല്ല ബുക്കുകൾ, നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടുന്ന നല്ല കുറേ ബുക്കുകൾ, അവരുടെ പേര്, എനിക്ക് തോന്നുന്നു ഒരു 60ഓളം ബുക്കുകളുണ്ട്. ആ ബുക്കുകളുടെ പേര്, ആമസോണിൽ അതിൻ്റെ ലിങ്ക്, ഈ ബുക്ക് നിങ്ങൾക്ക് എങ്ങനെ അവൈലബിൾ ആക്കാം തുടങ്ങിയതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിബിൻ സാറിന് എൽദോ സാറ് വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും. സാറ് നിങ്ങൾക്കത് പേഴ്സണലി ഹാൻഡ് ഓവർ ചെയ്യും. എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, മൈ ഹംബിൾ റിക്വസ്റ്റ് ടു യു, could you please select one book? Can you buy one book from that list? Or else you may have some books with you. ചില ബുക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതായാലും മതി. ഇംഗ്ലീഷ് ബുക്ക് ആയിരിക്കണം. ഒരു പേജ് 2 പേജെങ്കിലും. നിങ്ങൾക്കറിയാമോ, ഒരു 2 പേജ് ഒന്ന് ശ്രദ്ധ വെച്ച് വായിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 3-4 മിനിറ്റ് മതി ശ്രദ്ധിച്ചൊന്ന് വായിക്കാൻ. ഒരു 4 മിനിറ്റ് നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ പാടില്ലേ? 4 minutes to improve your language. 4 minutes, 4 മിനിറ്റ് പെർ ഡേ. അതിന് നിങ്ങൾക്ക് പറ്റത്തില്ല. 4 മിനിറ്റ് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 3 വാക്കുകൾ കളക്ട് ചെയ്യുക. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. മറ്റതെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നെങ്കിലും 3 വാക്ക് കളക്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, ദ ഫസ്റ്റ് തിങ്, കളക്ട് വേർഡ് ഫ്രം യുവർ റീഡിങ്. സെക്കൻഡ് തിങ്, ഡോണ്ട് റൈറ്റ് ദ മീനിങ്. അതിൻ്റെ അർത്ഥം ഒന്നും എഴുതി വെക്കരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഡിക്ഷണറിയോ ഗൂഗിളോ സെർച്ച് ചെയ്ത് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം കൺസ്ട്രക്റ്റ് എ സെൻറ്റൻസ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്. ആ വാക്ക് വെച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. Here, make a sentence. Don't write the meaning. Make a sentence using that particular word. Write it in your book. നിങ്ങളുടെ ബുക്കിൽ എഴുതി വയ്ക്കുക. അങ്ങനെ 3 വാക്ക്. പറ്റുമെങ്കിൽ നിങ്ങളൊരു പങ്കാളിയെ കണ്ടുപിടിച്ചിട്ട്, നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ സുഹൃത്തോ ആരെങ്കിലും, നിങ്ങൾ വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് പരസ്പരം ഒന്ന് ഷെയറിങ് കൂടെ ചെയ്യുക. ഞാൻ ഇന്ന് പഠിച്ച 3 വാക്ക് ഇതാണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുക. വാക്ക് വെച്ചിട്ട് സെൻറ്റൻസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്യാഷ് കൗ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ക്യാഷ് കൗ, അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒന്ന് എഴുതിയിടാം. ഗസ്സും ചെയ്യാം കേട്ടോ. ഒന്ന് എഴുതിയിടാമോ? ക്യാഷ് കൗ ആർക്കെങ്കിലും അറിയോ? ക്യാഷ് കൗ ചുമ്മാ ഗസ് ചെയ്യാം വേണമെങ്കിൽ. ക്യാഷ് കൗ, ക്യാഷ് കൗ അറിയാവുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? വേണമെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാം. ആർക്കും അറിയില്ല? നോ ആൻസർ. ഓക്കെ, അപ്പോൾ ആർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. ഓക്കെ, നൗ ക്യാഷ് കൗ എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരൊറ്റ വാക്കുണ്ട്. കറവ പശു എന്നാണ് അതിൻ്റെ അർത്ഥം. കറവ പശു. ഒരു സെൻറ്റൻസ് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. India was
Britain's biggest cash cow during that time. ബ്രിട്ടൻ, ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഒരു കറവ പശുവായിരുന്നു ആ സമയത്ത്. വേറൊരു സെൻറ്റൻസ്, you should be very careful because most of your friends are treating you just like a cash cow. നീ ശ്രദ്ധിക്കണം, കാരണം നിന്റെ സുഹൃത്തുക്കൾ പലരും നിന്നെ ഒരു കറവപ്പശുവായിട്ടാണ് ഉപയോഗിക്കുന്നത്. You should be careful because most of your family members are treating you just like a cash cow. നീ ശ്രദ്ധിക്കണം, കാരണം മിക്കവാറും നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നിന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കറവ പശുവായിട്ടാണ്. സോ ക്യാഷ് കൗ എന്ന വാക്കെടുത്ത് ഇതേപോലെ 3 സെൻറ്റൻസുകൾ ഉപയോഗിച്ചാൽ എഴുതിയാൽ, അത് ആരോടെങ്കിലും ഒന്ന് പറയുകയും കൂടെ ചെയ്താൽ ജന്മത്ത് നിങ്ങൾ ആ വാക്ക് മറക്കില്ല. മാത്രമല്ല, നിങ്ങൾ ഈ വാക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കും, ഭംഗിയായിട്ട് ഉപയോഗിക്കും. ബിക്കോസ് യു ഹാവ് ഓൾറെഡി കൺസ്ട്രക്റ്റഡ് എ സെൻറ്റൻസ് യൂസിങ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്. ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ഇംപ്രൂവ് വൊക്കാബുലറി. ഓക്കെ, സോ മേക്ക് ഇറ്റ്. റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, റീഡിങ്ങിൻ്റെ കാര്യം അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഓക്കെ, അപ്പോൾ വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യാനും റീഡിങ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാനും ഞാൻ നിങ്ങൾക്ക് 2 മെത്തേഡ് പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ഇംഗ്ലീഷിൻ്റെയും ക്വസ്റ്റ്യനുകൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മൾ ഈ KMAT അല്ലെങ്കിൽ CMAT ക്വസ്റ്റ്യൻ പേപ്പർ പർട്ടിക്കുലർലി എടുത്തിട്ട് നമ്മൾ പിന്നീട് സമയം കിട്ടുന്ന പോലെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ ബേസിക്കലി ഈ 2 സ്കില്ലും നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് 2 സ്കില്ലുകളും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളതിൻ്റെ എക്സസൈസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ക്ലോസ് ഹിയർ. ഒരു മിനിറ്റും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. റീഡിങ് എന്ന് പറയുന്ന ഹാബിറ്റ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ പ്ലീസ് അറ്റ്ലീസ്റ്റ് റീഡ് 2 pages പെർ ഡേ. ഒരു പുസ്തകം ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ ഒരാളൊരു കണക്ക് പറയുന്നുണ്ട്, ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പുസ്തകമാണ് അത്. ആ പുസ്തകത്തിൽ പറയുന്ന കണക്ക് ഇങ്ങനെയാണ്: ഒരു ശരാശരി മനുഷ്യൻ 80 വർഷം ഭൂമിയിൽ ജീവിച്ചാൽ അയാളുടെ ജീവിതത്തിലെ 1 വർഷം എന്ന് പറയുന്ന സമയം അയാൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളോട് ഒരു ക്ലാസ്സിന് വരാൻ പറഞ്ഞു. ആ ക്ലാസ് ഇപ്പോൾ എന്നോട് ഈ ക്ലാസ്സിന് വരാൻ പറഞ്ഞു, 7 മണിക്കാണ് വരാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങളൊക്കെ വളരെ പങ്ക്ച്വാലിറ്റി ഉള്ള നല്ല മക്കളായതുകൊണ്ട് നിങ്ങൾ ഏകദേശം 7:15 ആയപ്പോഴാണ് ജോയിൻ ചെയ്തത്. സോ 15 മിനിറ്റോളം ഞാൻ പോസ്റ്റായി. ആ വെയിറ്റിംഗ് പീരീഡ് ഇല്ലേ, 15 minutes ഐ റെഡ് സംതിങ്, ദാറ്റ് ഈസ് കോൾഡ് വെയിറ്റിംഗ് ടൈം. നിങ്ങളൊരു ഡോക്ടറെ കാണാനായിട്ടൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു, നിങ്ങൾ അവിടെ ചെന്നു. അഫ്കോഴ്സ് യു ഹാവ് ടു വെയിറ്റ് ദർ, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളോടൊരു സുഹൃത്ത് പറഞ്ഞു, എടാ പോരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ അവിടെ ചെന്നപ്പം അവൻ്റെ പൊടി പോലും ഇല്ല. അവൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എത്താം, ഒന്നവിടെ വെയിറ്റ് ചെയ്യാം, നമ്മളെ പോസ്റ്റാക്കും. ദീസ് ആർ കോൾഡ് വെയിറ്റിംഗ്. ഓക്കെ, ഇന്ന് നമുക്കൊരു പുസ്തകം കൈ പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ 365 ദിവസം ഒരു 80 വയസ്സ് വരെ ജീവിച്ചാൽ 365 ദിവസം ഈ വെയിറ്റിങ്ങിന് വേണ്ടി മാത്രം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ വെയിറ്റിങ്ങിന് വേണ്ടി കിട്ടുന്ന സമയം മാത്രം ടാപ്പ് ചെയ്തെടുത്താൽ, ഓക്കെ, ഒരു ദിവസം 10 മിനിറ്റെങ്കിലും നിങ്ങൾ അങ്ങനെ ടാപ്പ് ചെയ്തെടുത്താൽ, 10 മിനിറ്റ് നിങ്ങൾ വായനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചാൽ, 1 വർഷം കൊണ്ട് ഈ വലിപ്പമുള്ള ഒരു ശരാശരി വലിപ്പമുള്ള ഇതുപോലെ 250 പേജോളം വലിപ്പമുള്ള 20 പുസ്തകങ്ങൾ വായിച്ചു തീർക്കാം എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. പെർ ഡേ 10 minutes if you spend for reading, you can read at least 25 books per year. ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കാം. ഞാൻ ചോദിക്കുന്ന ഒരു 10 മിനിറ്റാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ വികാസത്തിനും വേണ്ടിയിട്ട് 10 minutes പെർ ഡേ ആർ യു വില്ലിംഗ് ടു സ്പെൻഡ് എന്നുള്ളതാണ് മൈ ക്വസ്റ്റ്യൻ. സോ ഐ വുഡ് ലൈക്ക് ടു എൻകറേജ് യു. റീഡിംഗ് വിൽ ഓൾവേസ് ഓപ്പൺ റീഡിംഗ് ഓൾവേസ് ഓപ്പൺ ന്യൂ ഹൊറൈസൺസ് ഫോർ അസ്. വലിയ വിശാലമായ ഒരു ലോകത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് വായനയിൽ നിന്നാണ്. അതുകൊണ്ട് വായിക്കുക, improve your vocabulary, improve your comprehension skill. So I wish you a very good luck for all of you, those who are going to write
എക്സാമിനേഷൻസ് ലൈക്ക് KMAT, CMAT ആൻഡ് ഓൾ അതർ എക്സാമിനേഷൻസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ചില ടിപ്സുകളല്ല തന്നത്, മറിച്ച് ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന നിലയിൽ കോംപ്രിഹെൻഷനും വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള രണ്ടേ രണ്ട് എക്സസൈസുകൾ. ഓക്കെ, രണ്ടേ രണ്ട് എക്സസൈസുകൾ. ഇതുപോലെയുള്ള കുറേ അധികം എക്സസൈസുകളുണ്ട്, പക്ഷെ സമയം ചുരുക്കമായതുകൊണ്ടും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും എനിക്കും ബോറടിക്കുന്നുണ്ട്, നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് എപ്പോഴും ആൻസേഴ്സുകളൊക്കെ നിങ്ങൾ അയച്ചു. എല്ലാവരും തന്നെ മൈക്കും ക്യാമറയും മിക്കവാറും എല്ലാവരും ഓണാക്കി ഇൻട്രാക്ട് ചെയ്തു. അതിലുപരിയായിട്ട് ഇത്രയും സമയം കേട്ട് സഹിച്ചിരുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു to Nibin sir and also to Eldo sir. I hope that this session was useful for you. Thank you and may God bless you.